നമസ്കാരം. സൗദി അറേബ്യയും പാകിസ്ഥാനും കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചത് നിർണായക പ്രതിരോധ കരാറിലാണ്. ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഇരു രാജ്യങ്ങൾക്കും എതിരായ ആക്രമണമായി കണക്കാക്കുന്നതാണ് കരാർ. ഖത്തറിലെ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ ഒപ്പുവെച്ച കരാർ ലക്ഷ്യം വെക്കുന്നത് ഇസ്രയേലിനെ എന്ന് പരക്കെ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും കരുതലോടെയാണ് ഇന്ത്യൻ നീക്കം. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയ്ക്കും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചത് 3 തവണ. സൗദിയുടെ പരമോന്നത ബഹുമതിയും സ്വന്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാനുമായുള്ള പ്രതിരോധ കരാർ ഇന്ത്യ സൗദി ബന്ധം വഷളാക്കുമോ? ഇന്ത്യ പാക് ഏറ്റുമുട്ടലുണ്ടായാൽ സൗദി ഇടപെടുമോ? ഇന്ത്യ ആശങ്കപ്പെടണമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ PJ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, കേണൽ ഡിന്നി, BJP പ്രതിനിധി, ശ്രീ PM നാരായണൻ, മാധ്യമപ്രവർത്തകൻ, രഘുനാഥ് നായർ, റിട്ടയർഡ് IAF ഉദ്യോഗസ്ഥൻ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ PM നാരായണൻ, ഇന്ത്യ സൗദി ബന്ധം മുൻപ് ഉള്ള ഏതൊരു കാലത്തേക്കാൾ കൂടുതൽ ഊഷ്മളവും ദൃഢവും ആണ് എന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി 3ാം തവണയും അവിടെ സന്ദർശനം നടത്തുമ്പോഴാണ് ഇന്ത്യ പാക് യുദ്ധമുണ്ടാകുന്നത്. ആ ചർച്ചകൾ പകുതി വഴിക്ക് നിർത്തിക്കൊണ്ടാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എങ്കിലും ഭീകരപ്രവർത്തനത്തെ ഉൾപ്പെടെ അപലപിക്കുകയും ചെയ്യുന്ന നടപടി സൗദിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വലിയ രീതിയിൽ ഊഷ്മള ബന്ധം തുടരുമ്പോഴാണ് ഇപ്പോൾ പാകിസ്ഥാനുമായി ഇങ്ങനെ ഒരു പ്രതിരോധ കരാറിൽ സൗദി ഏർപ്പെടുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഇന്ത്യ സൗദി ബന്ധത്തെ ഏതെങ്കിലും തരത്തിൽ ഇത് സ്വാധീനിക്കുമോ? ഓരോ രാജ്യത്തിനും അതിന്റെ പ്രതിരോധ സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെയുള്ള ഒരു നീക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് അറബ് മേഖലയുടെ അമേരിക്കക്കെതിരെയുള്ള അല്ലെങ്കിൽ അമേരിക്കയെ ചൂണ്ടിയുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അറബ് ലോകത്തെ മാത്രമല്ല മൊത്തം മുസ്ലിം ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചിട്ടുണ്ട്. അവരെ വലിയ രീതിയിൽ ആഘാതത്തിലാക്കിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് നമ്മൾ ഈ വലിയ ഒരു സമ്മേളനം, ഒരു മീറ്റിംഗ് കണ്ടത്. ആ മീറ്റിംഗിൽ അറബ് ലോകവും ഇസ്ലാമിക ലോകവും ഒറ്റക്കെട്ടായി പറഞ്ഞത് ഇതിനെതിരെ ശക്തമായ നിലപാട് ഉണ്ടാവണമെന്നതാണ്. ഇതില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുമെന്ന രീതിയിലാണ് കാര്യങ്ങൾ കണ്ടത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഈ GCC മേഖലയിലെ ഗൾഫ് മേഖലയുടെ മൊത്തം സെക്യൂരിറ്റിയുടെ ഉത്തരവാദിത്വം എന്നത് അമേരിക്കയ്ക്കാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിന്റെ ഒരു ഉറപ്പിലാണ് ഗൾഫ് മേഖല നിലനിന്നിരുന്നത്. പക്ഷെ ആ ഉറപ്പിലാണ് ഇപ്പോൾ വലിയ വിള്ളലുണ്ടായത് ഇസ്രായേലിന്റെ ഖത്തറിന്മേലുള്ള നേരിട്ടുള്ള ആക്രമണത്തോടു കൂടെ. അപ്പോൾ ഈ മേഖലയിലെ വലിയ ഒരു പ്രതിസന്ധി വരുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റിലാണ് ഈ മേഖല മറ്റു വഴികളെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിലേക്കാണ് പാകിസ്ഥാൻ എന്നുള്ള ഒരു രാജ്യം കടന്നു വരുന്നതും ഈ രീതിയിലുള്ള ഒരു അഗ്രിമെന്റ് ഈ 2 രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് ഇന്ത്യക്കെതിരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിനെതിരെയോ അല്ല, അറബ് മേഖലയുടെ അല്ലെങ്കിൽ GCC മേഖലയുടെ ഒരു സെക്യൂരിറ്റിക്ക് അമേരിക്ക ഈ പണ്ടത്തെ പോലെ ഒരു സൗകര്യം ഒരുക്കുന്നില്ല എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾക്ക് പറ്റുന്ന മറ്റു രാജ്യങ്ങളുമായി സെക്യൂരിറ്റി കരാറുകൾ ഉണ്ടാക്കും എന്ന ഒരു സിഗ്നൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്നതാണ് ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഞാൻ കാണുന്നത്. രണ്ടാമത് അങ്ങ് ചോദിച്ച ചോദ്യം, യെസ്, ഇന്ത്യക്ക് ഇതിൽ ഭീഷണി ഉണ്ടോ എന്നത്. തീർച്ചയായും ഇന്ത്യക്ക് ഇതിൽ ഭീഷണി ഉണ്ട്. അതിന് കാരണം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നമ്മൾ കണ്ടതാണ് മെയ് മാസത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ. അതിനുശേഷം ഏതെങ്കിലും പാകിസ്ഥാനിലെ ഒരു ഭീകരവാദ ഗ്രൂപ്പിന് ഈ മേഖലയിലെ സെക്യൂരിറ്റിയെ മുഴുവൻ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഒരു വാതിൽ ഈ അഗ്രിമെന്റിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് ഒരു 2 നിലയിലും വിശദീകരിക്കാം ഞാനത്. അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം വരികയാണെങ്കിൽ, അത് ടെററിസ്റ്റ് ആക്രമണം ആണെങ്കിൽ പോലും പാകിസ്ഥാനെ എതിരെ ഒരു യുദ്ധം ഇന്ത്യ പ്രഖ്യാപിക്കും എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ മെയ് മാസത്തിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഈ അഗ്രിമെന്റ് പ്രകാരം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ചേർന്ന് ഒപ്പിട്ട ഈ അഗ്രിമെന്റ് പ്രകാരം പാകിസ്ഥാനെതിരെയുള്ള ഏതൊരു അക്രമവും സൗദി അറേബ്യക്കെതിരെയുള്ള അക്രമമായി ആ രാജ്യം കണക്കിലെടുക്കും
എന്നുള്ള ഒരു ക്ലോസ് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള എഗ്രിമെന്റ്സ് എല്ലാം ഒരു പരിധിക്കപ്പുറം നിലനിൽക്കാറില്ല. കാരണം പല രാജ്യങ്ങൾക്കും അവരുടെ ഒരു ഡിഫൻസ് കോപ്പറേഷനൊപ്പം തന്നെ അതിന്റെ മറ്റ് കോപ്പറേഷനുകളും വളരെ പ്രധാനമാണ്. അതായത് അതിലേക്ക് നമുക്ക് രണ്ടാം ഘട്ടത്തിലെത്താം. പക്ഷേ ഈ കരാറിൽ ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്ന ക്ലോസ് എന്ന് പറയുന്നതാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചു നിർത്തിയത്. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരെയുള്ള കടന്നാക്രമണം എന്നത് ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണം എന്ന് കണക്കാക്കും. അതനുസരിച്ചുള്ള പ്രതിരോധം ഉണ്ടാകും എന്നതാണ്. നമുക്കൊപ്പം ഈ ഘട്ടത്തിൽ ശ്രീ പി ജെ വിൻസെന്റ് കൂടി ചേരുകയാണ്. ശ്രീ പി ജെ വിൻസെന്റ്, ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിനെതിരായ ആക്രമണം ഉണ്ടായാൽ അത് ഇരു രാഷ്ട്രങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്കറിയാം മുൻപെങ്ങും ഇല്ലാത്ത തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കുകയാണ്. ഇന്ത്യ ശക്തമായ മറുപടി കൊടുത്തിരിക്കുന്നു. മാത്രവുമല്ല, ഇന്ത്യ കൊടുത്തിരിക്കുന്ന വാണിംഗ് എന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരപ്രവർത്തനം യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നതാണ്. നമുക്കറിയാം ഇപ്പോഴും പ്രകോപനം പല വിധത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പാകിസ്ഥാന്റെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ തുടർന്നു വരികയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്രമാത്രം ആശങ്കയോട് കൂടി കാണണം? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായാൽ സൗദി ഇടപെടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ? ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു സംഘർഷാത്മകമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഒന്നാണ്. കാരണം ഇന്ത്യ പാക് ബന്ധം ഇപ്പോഴും സംഘർഷാത്മകമായിട്ട് തുടരുകയാണ്. ഏറ്റവും അവസാനം ക്രിക്കറ്റ് കളിക്കുന്ന സന്ദർഭത്തിൽ കൈകൊടുക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ഒരു പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് എഗ്രിമെൻറ്റ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ടാക്കുന്നതാണ്. അതേസമയം തന്ത്രപരമായി 1947 പാകിസ്ഥാൻ ഉണ്ടായ സമയത്ത് പാകിസ്ഥാനെ ആദ്യമായി അംഗീകരിച്ച രാജ്യം സൗദി അറേബ്യയാണ്. 1951 തന്നെ അവർ സൗഹൃദ ഉടമ്പടി ഉണ്ടാകുന്നുണ്ട്. 1982 അവർ മ്യൂച്വൽ കോഓപ്പറേഷൻ സ്ട്രാറ്റജിക് കോഓപ്പറേഷൻ എഗ്രിമെൻ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഒരു സൗദി അറേബ്യയിലെ ഒരു വലിയ ശതമാനം കമാൻഡോകളെ പരിശീലിപ്പിക്കുന്നതും അവർക്ക് മിലിറ്ററി ട്രെയിനിങ് നൽകുന്നതും ഒക്കെ പാക് മിലിറ്ററിയാണ്. അത്തരത്തിൽ അവർ തമ്മിലൊരു സഹകരണം നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാനും ഇത് ആദ്യമാണ്. ശീതയുദ്ധകാലത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ 1955 ബാഗ്ദാദ് പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു. അതിൽ പാകിസ്ഥാൻ അംഗമായിരുന്നു. ടർക്കി, ഇറാൻ, ഇറാഖ്, പാകിസ്ഥാൻ, UK, US ഒക്കെ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു സഖ്യമാണ്. അത്തരമൊരു സൈനിക സഖ്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു മ്യൂച്വൽ ഡിഫൻസ് പാക്റ്റിൽ അംഗമാകുന്നത്. അമേരിക്കയുമായി തന്ത്രപരമായിട്ടും സൈനികമായിട്ടും സമ്പൂർണ്ണമായ സഹകരണം നിലനിൽക്കുന്ന സമയത്തും പരസ്പരം ഇത്തരത്തിൽ ഒരു എഗ്രിമെൻ്റ് പാകിസ്ഥാൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏകദേശം ചൈനയുടെ ഒരു സാമന്ത രാഷ്ട്രമായി അവർ നിൽക്കുന്ന സമയത്തും ചൈനയുമായിട്ടും ഇത്തരത്തിലൊരു എഗ്രിമെൻ്റ് ഇല്ല. അതേസമയം സൗദി അറേബ്യയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതിൽ താങ്കൾ സൂചിപ്പിച്ച കാര്യം വളരെ പ്രസക്തമാണ്. ഇരു രാജ്യങ്ങളും ഈ എഗ്രിമെൻറ്റിൽ ഏർപ്പെടുക വഴി ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിക്കപ്പെട്ടാൽ ഇരു രാജ്യങ്ങൾക്കുമെതിരെയുള്ള ആക്രമണമായി കണക്കാക്കും എന്ന ക്ലോസ് ഇന്ത്യക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം ന്യൂക്ലിയർ ആംസ് ആണ്. ഇപ്പം ഒരു സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോട്ട് ചെയ്ത് ഇപ്പം മീഡിയയിൽ വരുന്നത്, ഞങ്ങൾക്ക് ആണവായുധം വേണമെങ്കിൽ ആണവ സാങ്കേതികവിദ്യ ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല, പാകിസ്ഥാനിൽ നിന്ന് ബോംബ് തന്നെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്നാണ്. അപ്പം ഒരു ആൾട്ടർനേറ്റീവ് എനർജി സോഴ്സ് എന്ന നിലയ്ക്ക് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഈ ആണവോർജ്ജം ഉപയോഗിക്കാനുള്ള താല്പര്യം, യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റുകൾ തുടങ്ങാനുള്ള താല്പര്യം ഒക്കെ സൗദി അറേബ്യയ്ക്കുണ്ട്. അത്തരത്തിലൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ബന്ധം സൗദി അറേബ്യയും പാകിസ്ഥാനും ഈ സാഹചര്യത്തിൽ രൂപപ്പെട്ടു വരാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ന്യൂക്ലിയർ ഫാക്ടർ സൗദി അറേബ്യ പാകിസ്ഥാൻ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സംഗതികളൊക്കെ നിലനിൽക്കെ തന്നെ പെട്ടെന്നുണ്ടായ ഒരു ട്രിഗർ ഫാക്ടർ എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ദോഹ ആക്രമണമാണ്. അപ്പോൾ സൗദി അറേബ്യ അടക്കമുള്ള GCC രാജ്യങ്ങൾ, ഗൾഫ് കോർപ്പറേഷൻ കൺട്രീസ്, അവർക്ക് മിലിറ്ററി പ്രൊട്ടക്ഷൻ നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ആ മിലിറ്ററി കവറേജ് സമ്പൂർണ്ണമല്ല എന്ന തിരിച്ചറിവാണ് ദോഹയിൽ സെപ്റ്റംബർ 9 ഉണ്ടായിട്ടുള്ള ഇസ്രായേൽ ആക്രമണം നൽകുന്ന സൂചന. അതായത് ഇസ്രായേൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ ആക്രമണം വ്യാപിച്ചാൽ, ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചാൽ അമേരിക്ക അതിന് സൈനികമായ സംരക്ഷണം നൽകില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോൾ ദോഹ ആക്രമണം നൽകുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു പ്രാദേശികമായ
ഒരു ആൾട്ടർനേറ്റീവ് എന്ന നിലയിൽ പ്രാദേശികമായ സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കേണ്ടുന്നത് സൗദി അറേബ്യയ്ക്കും അനിവാര്യമാണ്. സൗദി അറേബ്യ ആകട്ടെ തെക്ക് ഭാഗത്ത് ജിസാൻ പ്രോവിൻസ് ബേസ് ചെയ്തിട്ട് ഹൂത്തികളുടെ ഉയർപ്പോടുകൂടി അവർ നാഷണൽ ഇൻറ്റിഗ്രേഷൻ, സൗദിയുടെ നാഷണൽ ഇൻറ്റിഗ്രേഷൻ അടക്കം അപകടത്തിലാവുന്ന സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ്. മാത്രമല്ല ഇറാൻ്റെ ശക്തമായിട്ടുള്ള ഒരു ഭീഷണിയും അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ സെക്യൂരിറ്റി ത്രട്ട് സൗദി അറേബ്യക്കുണ്ട്. അതിനെ അതിജീവിക്കാൻ ആ മേഖലയിൽ ഒരു സൗദി കൂട്ടായ്മ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അതിൽ ടർക്കിയ ഉണ്ട്. പിന്നെ മറ്റൊന്ന് ഒരു റിലയബിൾ പാർട്ട്ണർ എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇത്തരം ഘടകങ്ങൾ കൂടി ഇപ്പോൾ ഈ എഗ്രിമെൻറ്റിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് അത് തന്ത്രപരമായി പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കരാർ തന്നെയാണിത്. തീർച്ചയായും പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് താങ്കളുടെ നിരീക്ഷണം. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ രഘുനാഥ് നായർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലിൻ്റെ ഈ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ യുദ്ധസമാനമായ ഏറ്റുമുട്ടലിൻ്റെ ഘട്ടത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിന് പകരമായി അവിടെ നിന്ന് പ്രതിരോധമുണ്ടാകുന്നു. അതിൽ ഉപയോഗിക്കപ്പെട്ടത് ടർക്കിഷ്, ചൈനീസ് ആയുധങ്ങളാണ്. അത് വലിയ മേൽക്കൈ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ ഉതകുന്നതായിരുന്നില്ല. ഇപ്പോൾ മറ്റൊരു ഘട്ടത്തിൽ സൗദിയുമായി കൂടുതൽ അടുക്കുകയാണ്. അതൊരു സ്ട്രാറ്റജിക് ഡിഫൻസ് കരാറിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യം. അപ്പോൾ പാകിസ്ഥാൻ ഇനിയുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പാകിസ്ഥാന് കൂടി വേണ്ടി നടത്തുന്ന നീക്കമാണോ എന്ന് സംശയിക്കപ്പെടുന്നു. ഇപ്പോഴത്തെ കരാർ പ്രകാരമാണെങ്കിൽ സൗദിയുടെ ഇടപെടൽ ഉണ്ടാകുമെന്ന് സംശയിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് അത് ആയുധപരമായി ഏതൊക്കെ തരത്തിൽ വെല്ലുവിളി ഉയർത്തും എന്നതാണ് താങ്കൾ കരുതുന്നത്? ബേസിക്കലി ഇന്ത്യക്ക് ഇത് യാതൊരു വിധത്തിലുള്ള വെല്ലുവിളിയും ഉയർത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ കാരണങ്ങൾ പലതുണ്ട്. ഈ ഒരു എഗ്രിമെന്റിന്റെ വാർത്ത പുറത്ത് വന്ന ഉടനെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് ഇത് നടക്കുന്നുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ അറിയാമെന്നായിരുന്നു. ഇനി ഇതിലെ വിശദാംശങ്ങൾ ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അത് ഫുള്ളായിട്ട് പുറത്തുവിടാൻ സാധ്യതയില്ല. എന്തായാലും സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് ഇങ്ങനെ ഒരു കരാറിൽ എത്തുമ്പോൾ സൗദി അറേബ്യ ഇന്ത്യയുമായിട്ടുള്ള പ്രസന്റ് റിലേഷൻഷിപ്പ് എന്താണെന്നും കൂടി ആലോചിച്ചിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് ഇടപെടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കണ്ണുമടച്ച് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സൗദി ചാടി വീണേക്കാവുന്ന ഒന്നും ഒരു കാലത്ത് പാകിസ്ഥാനെ പോലുള്ള ഒരു പിച്ചച്ചട്ടി കൊണ്ട് നടക്കുന്ന രാജ്യത്തിനോട് കമ്മിറ്റ് ചെയ്യില്ല. നമ്പർ 1. അപ്പൊ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്താണെന്ന് അറിവായാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയാൻ പറ്റും. പിന്നെ ഈ ഡീൽ എന്ന് പറയുന്നത് ഒരു 5-6 ദിവസം കൊണ്ട് ഓൾ ഓഫ് എ സഡൻ ഉണ്ടായ ഒരു ഡീലല്ല. അങ്ങനെ ഒരു ഡീൽ ഉണ്ടാകാൻ പറ്റില്ല. കാരണം ഈ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറെ നാള് ചർച്ച ചെയ്തു. ഒരാൾ ഈ ഒരു ഐഡിയ കൺസീവ് ചെയ്യുന്നു, ഇത് മറ്റേ ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നു. ഇത് ഒരുപാട് നാളുകൾ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത്, ഏത് രാജ്യങ്ങളുടെ തമ്മിലായാലും. അപ്പൊ ഇത് ഈ ഖത്തറിന്റെ മേളിൽ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഓൾ ഓഫ് എ സഡൻ 5-6 ദിവസം കൊണ്ട് ചാടിക്കയറി ഉണ്ടായ ഒരു ഡീലല്ല. കാരണം ഇതിനകത്ത് ഡിസ്കഷൻസ് ഉണ്ടാവും, ഡ്രാഫ്റ്റിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് നെഗോസിയേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നാളുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ പുറകില് ഇതുവരെ നമ്മുടെ ഒരു മാധ്യമം പോലും പറയാത്ത മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. അവിടേക്ക് ഞാൻ കൊണ്ടുപോവാം. ഇനി ചോദ്യത്തിലേക്ക് ഞാൻ ആദ്യം വരാം. പാകിസ്ഥാൻ തീർച്ചയായിട്ടും ഡെസ്പറേറ്റ് ആണ്. ഇന്ത്യക്കെതിരായിട്ട് ആരുടെയെങ്കിലും ഒക്കെ ഒരു പാർട്ട്ണർഷിപ്പ് വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ തന്നെ OICയുടെ മീറ്റിംഗ് നടക്കുമ്പോൾ നേറ്റോ പോലെ ഒരു സഖ്യം നമുക്ക് വേണമെന്ന് ഏറ്റവും ആദ്യം ആവശ്യപ്പെട്ടത് പാകിസ്ഥാനാണ്. പക്ഷെ അതിന് വലിയ ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. കാരണം പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ചൈന ഡയറക്റ്റ് ഇടപെടണ്ട. ചൈനയ്ക്ക് അങ്ങനത്തെ സ്വഭാവമില്ല. ചൈന ഏതെങ്കിലും കാലത്ത് ചൈനയുടെ സേനയെ ഏതെങ്കിലും രാജ്യത്തിന് വേണ്ടി അയച്ചിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട്. ചൈന ചെയ്യില്ല അത്. ഒരു കാലത്തും സ്വന്തം മേല് മുറിഞ്ഞുകൊണ്ടുള്ള വേറൊരുത്തിന് വേണ്ടിയിട്ട് ചൈന ഇടപെടുന്ന പ്രശ്നമേ ഇല്ല. ഇത് പാകിസ്ഥാൻ ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ടർക്കിയുമായിട്ടുള്ള പാകിസ്ഥാന്റെ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ടർക്കിക്ക് ഇന്ത്യയുമായിട്ടുള്ള ഒരു എൻഗേജ്മെന്റിന് ഒരുപാട് പരിമിതികളുണ്ട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇനി ഇസ്ലാമിക് സ്റ്റേറ്റുകളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങളുടെ പട്ടാളത്തെ അയച്ച് നിങ്ങളെ സഹായിക്കാം, രക്ഷിക്കാം എന്നുള്ള ഒരു വലിയ മനസ്സോടുകൂടി ചെയ്തതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ട് യമനുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിയില്ല, എന്തുകൊണ്ട് പലസ്തീനുമായിട്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്നില്ല, അതുപോലെ സിറിയയുമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്നില്ല? കാരണം വളരെ സിമ്പിൾ ആണ്, അവരുടെ കയ്യിലൊന്നും പൈസ ഇല്ല. സൗദി അറേബ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ റിച്ച് ആണ്, ക്യാഷ് റിച്ച് ആണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്. അതിന്റെ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലെ ഖത്തറിൽ ആക്രമണം നടത്തിയ ഉടനെ തന്നെ പാകിസ്ഥാൻ ഖത്തറിലേക്ക് ഓടിച്ചെന്നാണ്.
ഞങ്ങൾ സഹായിക്കാം, ഞങ്ങൾ കൂടെ നിൽക്കാം, നമുക്കൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഖത്തർ അതിന് വലുതായിട്ട് ചെവി കൊടുത്തില്ല. അതുകൊണ്ട് ഏതാനും മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവര് തിരിച്ചു പോരേണ്ടി വന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ഒരു ആംഗിള്, ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ സൗദി അറേബ്യ ഒരു യുദ്ധത്തിനുള്ള പോസിബിലിറ്റി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാകും, അതിന് സംശയമൊന്നുമില്ല. മേ ബി ഒരു 10-15 വർഷത്തിനുള്ളിൽ ഇന്ത്യ ചൈന കോൺഫ്ലിക്ട് പോലും ഉണ്ടാകും. കാരണം ചൈന ഇപ്പൊ കാണിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും നമ്മൾ 100% വിശ്വസിക്കില്ല. കാരണം അമേരിക്ക ചൈനയുമായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിലാണ് ചൈന ഇപ്പൊ ഇന്ത്യയോട് ഈ സഹാനുഭൂതി കാണിച്ച് അടുത്ത് വരുന്നത്. അപ്പൊ എന്തായാലും ചൈന ഇന്ത്യ ബോർഡർ ഡിസ്പ്യൂട്ടും എല്ലാം കിടപ്പുണ്ട്. ഇപ്പൊ നേപ്പാളിലെ പൊളിറ്റിക്സും എല്ലാം ഇതിലേക്ക് ഒരു പക്ഷേ ഒരു കാരണമായി മാറാനും സാധ്യതയുണ്ട്, അതെങ്ങനെ വരുന്നു എന്നുള്ളതനുസരിച്ചിട്ട്. അപ്പൊ ഇവിടെ വിഷയം അതല്ല, പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺഫ്ലിക്ട് എന്തായാലും വീണ്ടും ഉണ്ടാകും. കാരണം അവർ ഒരു കാരണവശാലും ഇത്രയേറെ യുദ്ധങ്ങൾ നടത്തിയിട്ട് അവർ പാഠം പഠിക്കില്ല തീരുമാനിച്ചിരിക്കുക. ഇപ്പൊ തന്നെ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ ഗവൺമെന്റും മിലിറ്ററിയും ISIയും എല്ലാം ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ധാരമായിട്ട് നടത്തുന്നുണ്ട്. എന്തിനാണ് ചെയ്യുന്നത്? ഇന്ത്യക്കെതിരെ തന്നെ. ഇവിടെ നമ്മൾ ഇനിയിപ്പോ ഒരു ഹൈപ്പോത്തറ്റിക്കലി നോക്കുകയാണ്, ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയായിട്ട് കോൺഫ്ലിക്ട് ഉണ്ടാകുന്നു, അതിനകത്ത് സൗദി അറേബ്യ ഇടപെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇടപെടുമെന്നായി പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇന്ത്യയും സൗദിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമുക്കും 2019 നമ്മൾ സൗദി അറേബ്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതിനകത്ത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കോഓപ്പറേഷൻസ്, ഡിഫൻസിന്റെ കോഓപ്പറേഷൻസ്, എക്കണോമി, എനർജി, ടെക്നോളജി, ടൂറിസം, കൗണ്ടർ ടെററിസം അതിൽ വരുന്നുണ്ടല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടെററിസത്തിന്റെ എതിരായിട്ട് കൗണ്ടർ ടെററിസം ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്ട് ആയിരിക്കും. അപ്പൊ നമ്മളും സൗദിയുമായിട്ടുള്ള എഗ്രിമെന്റ് പ്രകാരം, കൗണ്ടർ ടെററിസം എഗ്രിമെന്റിന്റെ പ്രകാരം സൗദി അറേബ്യ നമ്മളെ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഇനി അത് തന്നെയല്ല, സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ സൗദിക്ക് പാകിസ്ഥാനിൽ നിന്ന് കിട്ടാനൊന്നുമില്ല. ഓയിലായിട്ടും പണമായിട്ടും അല്ല ഇങ്ങനെ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. അതൊരു ഇസ്ലാമിക് രാഷ്ട്രം എന്നുള്ള ഒരു സെന്റിമെന്റ്സ് വെച്ചിട്ട് ഇവരുടെ കൂടുതലുണ്ട്, ഒരു ഡൊണേഷൻ പോലെ, സക്കാത്ത് കൊടുക്കുന്ന പോലെ. അപ്പൊ ഒരു 42 ബില്യന്റെ ട്രേഡാണ് ഇപ്പൊ ഇന്ത്യയുമായിട്ട് സൗദി അറേബ്യക്ക് ഉള്ളത്. അപ്പൊ സൗദി അറേബ്യ ഒരു കാരണവശാലും അവര് 25-30 വർഷം കഴിയുമ്പോൾ സൗദിയുടെ ഓയിൽ തീരും. അത് കഴിഞ്ഞ് അവർക്ക് ജീവിക്കാനുള്ള മറ്റുള്ള വഴികൾ നോക്കണം. അപ്പൊ ഇന്ത്യയുമായിട്ട് ഒരു കാരണവശാലും സൗദി അറേബ്യ ഇങ്ങനെ ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യതയില്ല. ശരി, പിന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് താങ്കൾ സൂചിപ്പിക്കുന്നത്. താങ്കളിലേക്ക് തിരിച്ചെത്താം. കേണൽ ഡിന്നി കൂടി ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. കേണൽ ഡിന്നി, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ഈ വിഷയം പഠിക്കും എന്നതാണ്. ഒപ്പം തന്നെ ദേശീയ സുരക്ഷ ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നും രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇത് ആശങ്കപ്പെടുത്തുന്നതല്ല എന്ന ഒരു പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുമില്ല. അത് കാര്യമായി തന്നെ പരിശോധിക്കുന്നു, അല്ലെങ്കിൽ കരുതലോടെ ഇന്ത്യ നീങ്ങുന്നു എന്ന് വേണം ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകാൻ. ആശങ്കപ്പെടുത്തുന്നതാണ് സാഹചര്യമെന്നാണ് കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ഇന്ത്യയുടെ വീഴ്ചയാണ്, നയതന്ത്ര ഇടപെടലിലെ ഇന്ത്യയുടെ വീഴ്ചയാണ് ഇത് എന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നമുക്കറിയാം, മോദി 3 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. പരമോന്നത ബഹുമതി ഉൾപ്പെടെ സൗദിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതൊന്നും ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് ഉതകുന്നില്ല, അല്ലെങ്കിൽ ശരിയായ തരത്തിലുള്ള നയതന്ത്ര ബന്ധം നിലനിർത്തി പോകുന്നതിന് മതിയായതല്ല എന്ന സൂചനകളാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ നൽകുന്നത്? നോക്കൂ മാം, എനിക്ക് തോന്നുന്നു നമ്മുടെ ഫോറിൻ മിനിസ്ട്രി വളരെ മെഷേർഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർ പഠിക്കുകയാണ്. ഒരു സർപ്രൈസ് അല്ലായിരുന്നു. കാരണം സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് വളരെ വർഷങ്ങൾ 1960 തന്നെ അവർ തമ്മിലുള്ള എഗ്രിമെന്റ്സ് ഉണ്ട്, മിലിറ്ററി എഗ്രിമെന്റ്സ് ഉണ്ട്, അല്ലാത്ത എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്, വളരെ റിലീജിയസ് ആയിട്ടുള്ള ബന്ധങ്ങളുണ്ട്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇതൊരു സർപ്രൈസ് അല്ല. പിന്നെ രണ്ടാമത്, എല്ലാ രാജ്യങ്ങളും അവരവരുടെ താല്പര്യങ്ങൾക്കാണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്കറിയാമല്ലോ. എല്ലാവർക്കും എക്കാലത്തും സ്വന്തം താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ശത്രുവായിട്ടോ അല്ലെങ്കിൽ മിത്രമായിട്ടോ ഇല്ല, അവരവരുടെ താല്പര്യം. അപ്പൊ ഒരു രാജ്യം അവരുടെ താല്പര്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പം അമേരിക്കയ്ക്ക് പാകിസ്ഥാന്റെ ആർമി ചീഫിനെ അവിടെ വിളിച്ച് ലഞ്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഭാരതത്തിന്റെ ഒരു തോൽവിയായിട്ട് ഇപ്പോൾ പലരും പറയും. അതെങ്ങനെയാണ്? ഡൊണാൾഡ് ട്രംപിന് തോന്നി പാകിസ്ഥാന്റെ ആർമി ചീഫിനെ വിളിക്കണം, അതിനു വേണ്ടിയുള്ള കാര്യം അദ്ദേഹം വിളിച്ചു. അത് എങ്ങനെയാണ് നമ്മൾ തടയാൻ പറ്റുമോ? ഇപ്പൊ ഇന്ത്യയിൽ ആരാ വരുന്നതെന്നുള്ളത് ഇന്ത്യയല്ലേ തീരുമാനിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ സൗദി അറേബ്യക്ക് ആരെടുത്താണോ ഇതുപോലത്തെ ഡിഫൻസ് എഗ്രിമെന്റ്സ് ചെയ്യുന്നത്, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ ഒരു സ്ട്രാറ്റജിക് ആയിട്ട് റിക്വയർമെന്റ്സ് ആണ്. എന്താണ് ആ റിക്വയർമെന്റ്സ് ആണ് നമ്മളിപ്പം ഇനി നോക്കേണ്ടത്. അത് തന്നെ ഭാരതത്തിൽ എന്തെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം.
ഒരു കാര്യം മനസ്സിലാക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ 1960 തന്നെ അവിടുത്തെ മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ വന്ന് പാകിസ്ഥാനിൽ ട്രെയിനിങ് ചെയ്ത് പോകുന്നുണ്ട്. ഏകദേശം 8000-ഓളം മിലിറ്ററി ഒഫീഷ്യൽസ് ഇതിനകം തന്നെ സൗദിയിൽ നിന്നും പാകിസ്ഥാനിൽ ട്രെയിനിങ് കിട്ടിപ്പോയിട്ടുണ്ട്. പല കാര്യങ്ങൾ ഇൻക്ലൂഡിംഗ് ന്യൂക്ലിയർ ഫെസിലിറ്റിക്ക് പോലും സൗദി അറേബ്യയുടെ ഒരു ഫണ്ടിങ് ഉണ്ടായിരുന്നു എന്നുള്ള പല റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ചില ബുക്കുകളിലൊക്കെ അതിന്റെ പരാമർശങ്ങളും ഉണ്ട്. പക്ഷെ അതിനകത്ത് ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ചില ബുക്കുകളിലൊക്കെ സൗദിയുടെ ഫണ്ടിങ് ഉണ്ടായിരുന്നു. കാരണം ഒരു ഇസ്ലാമിക് ബോംബ് ഉണ്ടാക്കാൻ പാകിസ്ഥാന് സാധിക്കണം എന്നുള്ള ഒരു ആഗ്രഹം സൗദിക്കും ഉണ്ടായിരുന്നു നമുക്കറിയാം. അതുപോലെ തന്നെ സൗദി അറേബ്യ കാലാകാലങ്ങളിൽ പാകിസ്ഥാന്റെ ഉള്ളിൽ ധാരാളം റിലീജിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന് ഫണ്ടിങ് ചെയ്യുമായിരുന്നു. അതിന്റെ തന്നെ പല രീതിയിൽ ഭാരതത്തിനും അതിന്റെ ഒരു ഇഷ്യൂസ് കശ്മീരിലും മറ്റു സ്ഥലത്തൊക്കെ നമ്മൾ അതിനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചത് കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ അവസ്ഥ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പോയി. ഇപ്പം തന്നെ അവരുടെ ഇടയ്ക്ക് വെച്ച് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള റിലേഷൻ വളരെ മോശമാകുന്ന ഒരു കാരണം 2015 യമന്റെ അഗേൻസ്റ്റ് ആയിട്ട് വാറിൽ സൗദി പോയപ്പം പാകിസ്ഥാന്റെ ആവശ്യം പാകിസ്ഥാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ അതിന് സമ്മതിച്ചില്ല. അത് കാരണം ആ സമയം കഴിഞ്ഞിട്ട് സൗദി അറേബ്യ ആയിട്ടുള്ള ഒരു കുറച്ചൊരു കോൾഡ് ആയിട്ടുള്ള രീതിയിലേക്ക് പോയി. ഒന്നത്. രണ്ടാമത് പാകിസ്ഥാനും ടർക്കിയും ചേർന്ന് ഇസ്ലാമിക് വേൾഡിലേക്കുള്ള ഒരു ലീഡർഷിപ്പിലേക്ക് ടർക്കിയെ കൊണ്ടുവരാനുള്ള കാര്യം നടത്തി. അതും സൗദി അറേബ്യക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ സൗദി അറേബ്യ അതിനു വേണ്ടിയുള്ള ഒരു രീതിയിലേക്ക് പാകിസ്ഥാനെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ളത് വന്നു. മൂന്നാമതായിട്ട് ഭാരതത്തിന്റെ എക്കണോമിക് ഗ്രോത്ത് വളരെ കൂടുതൽ രീതിയിലാണ് ഇപ്പൊ ഒരു 10-15 വർഷം നമ്മൾ കാണുന്നത്. അതിന് തന്നെ നേരത്തെ ശ്രീ രഘു സർ പറഞ്ഞ പോലെ, അതായത് നമ്മളും സൗദി അറേബ്യയും തമ്മിലുള്ള ട്രേഡ് 44 ബില്യൺ ആണ്. സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഏകദേശം 3.5 ബില്യൺ മാത്രമാണ്. അപ്പൊ 10 ഇരട്ടി കൂടുതൽ നമ്മളും അവരുമായിട്ടുണ്ട്. നമ്മൾ എത്രയോ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നു. അപ്പം ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ച, ഇന്ത്യയുടെ ആ എക്കണോമിക് ഗ്രോത്ത്, ഇന്ത്യയുടെ മാർക്കറ്റ്, ഇന്ത്യയുടെ മിലിറ്ററി മൈറ്റ്, ഇതൊക്കെ സൗദി അറേബ്യ പോലുള്ള രാജ്യത്തിന് അവരുടെ ഒരു നാച്ചുറൽ അലൈ എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യ ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പൊ അത് പാകിസ്ഥാനിൽ വളരെ പാടുപെട്ട് എങ്ങനെയെങ്കിലും തകർക്കണമെന്നൊക്കെയുള്ള നടത്തിയിരുന്നെങ്കിലും ഈ സ്റ്റേറ്റ്മെന്റ് ഡിഫൻസ് പാക്ട് വന്നപ്പോൾ തന്നെ സൗദി അറേബ്യയുടെ വളരെ ക്ലിയർ ആയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആണ്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ലാതെ. ഇവിടുത്തെ പ്രശ്നം ഇസ്രയേൽ എന്നുള്ള രാജ്യം ഈ അടുത്ത കാലത്ത് ദോഹയിലൊക്കെ അറ്റാക്ക് നടത്തിയത് അത് വലിയ രീതിയിലുള്ള ഒരു ആശങ്ക ആ മിഡിൽ ഈസ്റ്റ് നേഷൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ചർച്ചയിൽ ഇരുന്ന കാര്യങ്ങൾ അവർ വളരെ പെട്ടെന്ന് തന്നെ അതിനെ ഒരു എഗ്രിമെന്റിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഈ ഒരു പാക്ടും അത് വളരെ സ്പെസിഫിക് ആയിട്ട് ഇസ്രായേൽ സ്പെസിഫിക് ആയിട്ടുള്ള ത്രെറ്റിന് വേണ്ടി തന്നെയാണ്. കാരണം ഈ പാകിസ്ഥാൻ എന്നുള്ള രാജ്യത്തിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് മിലിറ്ററി മാൻ പവർ ഉണ്ട്. സൗദിക്ക് ഇല്ലാത്തതും പാകിസ്ഥാൻ ഉള്ളത് മാൻ പവർ ആണ്. മിലിറ്ററി മാൻ പവർ ഉണ്ട്. അതുപോലെ തന്നെ ന്യൂക്ലിയർ വെപ്പൺ നേഷൻ ആണ്. അപ്പൊ നാളെ ഇസ്രായേലിന്റെ അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും രീതിയിൽ ഒരു അറ്റാക്ക് സൗദി അറേബ്യ നടത്തി കഴിഞ്ഞാൽ അതിന് തിരിച്ചടി നടത്തണമെങ്കിൽ പാകിസ്ഥാനെ കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ രീതിയിലേക്കുള്ള ഒരു ഡിറ്ററൻസ് വരും എന്നുള്ള രീതിയിലേക്കാണ് സൗദിയുടെ കാൽക്കുലേഷൻ. അല്ലാതെ ഇത് ഇന്ത്യയുടെ അഗേൻസ്റ്റ് അല്ല. നാളെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകണമെങ്കിൽ 100% സൗദി അതിനകത്ത് ഇടപെടാൻ പോകുന്നില്ല. സൗദി അവരുടെ ഫോഴ്സസിനെ അയക്കാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് എനിക്ക് യാതൊരു സംശയമില്ല. ശരി, ഇസ്രായേലിനെതിരെയുള്ള കൈകോർക്കൽ എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ കാണുന്നത്. ശ്രീ PM നാരായണൻ, സൗദിയും പാകിസ്ഥാനും തമ്മിൽ ഏതാണ്ട് 8 പതിറ്റാണ്ടിന്റെ സഹകരണമുണ്ട്. അതിനിടയിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട്. അതിലൊന്നും യാതൊരു തരത്തിലുമുള്ള ഇടപെടൽ സൗദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇവിടെ വ്യാപാര ബന്ധം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതാണ്. സൗദിയുടെ 2ാമത് വലിയ വ്യാപാര പങ്കാളികളാണ് ഇന്ത്യയുടെ 4ാമത്തെ വലിയ വ്യാപാര പങ്കാളി സൗദി എന്ന നിലയിലാണ്. അപ്പോൾ അവർക്കാണ് നമ്മളെ വ്യാപാരത്തിനാണെങ്കിലും കൂടുതലായി ആവശ്യമുള്ളത് സൗദിയെ സംബന്ധിച്ചാണ്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നു. പഹൽഗാമിൽ ഏറ്റവും അവസാനം ഭീകരാക്രമണം ഉണ്ടാകുമ്പോൾ അതിനെ സൗദി അറേബ്യ അപലപിച്ചിട്ടുണ്ട്. ഭീകരരെ എവിടെയാണെങ്കിലും ഉന്മൂലനം ചെയ്യണം എന്നത് സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടെ പറഞ്ഞതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സൗദിയെ സംശയത്തോടെ കാണേണ്ടുന്ന സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാൻ ആരൊക്കെ ആയി എന്തെല്ലാം എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമല്ല. ഇന്നത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സൗദിയുമായി ഇത്തരത്തിലുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഇരു രാജ്യങ്ങൾക്കും ഗുണകരമായ ഒരു സാധ്യതയെ അവർ കണ്ടിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അമേരിക്കയുടെ ഒരു സുരക്ഷിത വലയം ഗൾഫ് മേഖലയിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഒരു റിയാക്റ്റീവായിട്ട് ഇത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റിലേക്ക് ആ രാജ്യങ്ങൾ പോകാൻ തുടങ്ങിയത്.
പക്ഷെ അതും ഇന്ത്യയുമായി വലിയ കണക്ഷൻ ഇല്ല എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അത് മാത്രവുമല്ല, പാകിസ്ഥാൻ ഈ മൊത്തം ഇസ്ലാമിക ലോകത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിലെ ഒരു മിത്രമാണെന്ന രീതിയിലൊന്നും വ്യാഖ്യാനിക്കുന്നതിന് വരെ അർത്ഥവുമില്ല. കാരണം പാകിസ്ഥാൻ അഫ്ഗാനികളോട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ നോക്കിയാൽ മതി. കാരണം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അയൽരാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികളെ നിഷ്കരണം തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബോർഡറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 5 ലക്ഷത്തോളം അഫ്ഗാനികളെ, ചെറിയ കുട്ടികളെ അവിടെ നിർത്തുകയും അമ്മമാരെ തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ ഈ മേഖലയിൽ കാണുന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ഇസ്ലാമിക ലോകത്തിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലോകത്തിന്റെ വലിയൊരു മിത്രമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് അവരുടെ സുരക്ഷ എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നല്ല പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള അഗ്രിമെന്റുകളിലേക്ക് വരുന്നത്. ഇത് തീർച്ചയായും ഓരോ രാജ്യത്തിന്റെയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റിലേക്ക് കടന്നു വരികയാണെങ്കിൽ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേക്കാൾ കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ഇക്കണോമിക് ആയിട്ടുള്ള, കൾച്ചറൽ ആയിട്ടുള്ള, അങ്ങനെ ലെയേഴ്സിലായിട്ട് കിടക്കുന്ന ഇൻട്രസ്റ്റും താല്പര്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ളതാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടത്, അമേരിക്കക്കെതിരെയുള്ള ഒരു വിരൽ ചൂണ്ടലായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. എന്ന് വെച്ചാൽ അമേരിക്കയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഓയിൽ തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സുരക്ഷ തരാം എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ആ മേഖലയിൽ നിലനിന്നിരുന്നത്. ഇപ്പോൾ ഓയിൽ എന്നുള്ളത് അമേരിക്കയ്ക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമായി. കാരണം അമേരിക്ക സൗദി അറേബ്യയേക്കാൾ കൂടുതൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളുടെ ഓയിൽ ഞങ്ങൾക്ക് ആവശ്യമില്ല, അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷയൊക്കെ നിങ്ങൾ തന്നെ നോക്കിക്കോ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേലിന് ഇത്രയും ധൈര്യത്തോടുകൂടെ ഈ ഖത്തറിനെ ആക്രമിക്കാനുള്ള കരുത്ത് കിട്ടുന്നത്. ഇപ്പോൾ തന്നെ ഇസ്രായേൽ അമേരിക്ക ബന്ധം എന്നത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. ഇപ്പം അതിനിടയ്ക്ക് ഒരു ഇസ്ലാമിക ബോംബുമായി പാകിസ്ഥാൻ ഈ മേഖലയിൽ ഞങ്ങളാണ് ലീഡർ എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാലൊന്നും ഈ കാര്യങ്ങളിൽ വലിയ ഇക്വിലിബ്രിയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ യെസ്, ഓഫ് കോഴ്സ് ഇതിലെ ചില ക്ലോസുകൾ അതിന്റെ ടെക്നിക്കൽ ടേംസിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാകിസ്ഥാനിൽ നിന്നൊരു അക്രമം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ അത് ഒരു അക്രമമായി അല്ലെങ്കിൽ ഒരു യുദ്ധമായി പ്രഖ്യാപിക്കുകയും പാകിസ്ഥാനെതിരെ നമ്മൾ യുദ്ധത്തിന് നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ സൗദി ഇടപെടുകയാണെങ്കിൽ, ഇതെല്ലാം ആണെങ്കിൽ എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇതൊരു പ്രശ്നമാകും. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വലിയ നീക്കങ്ങൾക്കൊന്നും ഈ ഭാഗത്തു നിന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചും അറബ് മേഖലയിൽ നിന്നും ഇന്ത്യക്കെതിരെ വലിയ നീക്കങ്ങൾ ഉണ്ടാവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല. തീർച്ചയായും അറബ് മേഖലയും ഇന്ത്യയും തമ്മിലൊക്കെ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അത് ഈ രീതിയിലൊന്നും വഴിമാറി പോകുന്നതല്ല എന്ന വിശ്വാസം ശ്രീ പി ജെ വിൻസെന്റ്, ഇത് ഇന്ത്യയെ ലക്ഷ്യമിട്ടുള്ളതല്ല, ലക്ഷ്യം ഇസ്രയേൽ ആണ് എന്ന തരത്തിൽ പലതരത്തിലുള്ള വിശകലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങൾ മാറി ചിന്തിക്കുന്നു? ഇത്ര പെട്ടെന്ന് ഇസ്രയേലിൻ്റെ ഖത്തർ ആക്രമണത്തിന് ശേഷമാണ് വളരെ പെട്ടെന്ന് ഈ ഒരു എഗ്രിമെന്റിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇത് പാകിസ്ഥാനേക്കാൾ കൂടുതൽ സൗദി അറേബ്യയുടെ ആവശ്യമായിരുന്നു. മിഡിൽ ഈസ്റ്റിലെ ഏക ന്യൂക്ലിയർ പവറാണ് ഇസ്രയേൽ. അപ്പോൾ ഒരു ന്യൂക്ലിയർ രാഷ്ട്രത്തിനുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഡിഫൻസ് എഗ്രിമെന്റ് എന്നത് സൗദിയുടെ ആവശ്യം എന്ന തരത്തിൽ വേണോ നമ്മൾ കാണാൻ? പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരേ സമയം അമേരിക്കയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, ചൈനയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, സൗദിയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഈ മൂവ് നൽകുന്ന സൂചനകൾ എന്താണ്? അല്ല, ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് വരുമ്പോൾ ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള ഒരു ഘട്ടത്തിലാണ് അത്തരമൊരു എഗ്രിമെൻ്റ് സാധ്യമാവുക. ഇപ്പോൾ 1971 ഇൻഡോ സോവിയറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കോഓപ്പറേഷൻ എഗ്രിമെൻ്റ് വരികയാണ്. 1969 തന്നെ സോവിയറ്റ് യൂണിയൻ അത്തരമൊരു എഗ്രിമെൻ്റ് സ്പോൺസർ ചെയ്തതാണ്. പക്ഷേ അന്ന് ഇന്ത്യ അതിന് വില്ലിങ് ആയില്ല. എന്നാൽ 1971 സവിശേഷമായി അമേരിക്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യക്ക് ഭീഷണി ഉണ്ടാവുകയും പാകിസ്ഥാൻ യാഹ്യാ ഖാൻ്റെ നേതൃത്വത്തിൽ കൂടുതൽ അഗ്രസീവ് ആവുകയും ചെയ്ത ഘട്ടത്തിൽ നമ്മൾ സോവിയറ്റ് യൂണിയനുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റിയിൽ ഒപ്പുവെച്ചു. അത് 21 വർഷത്തേക്കായിരുന്നു. 1990 വീണ്ടും 21 വർഷത്തേക്ക് അത് പുതുക്കി. അപ്പോൾ ഒരു മൂർത്തമായ സാഹചര്യമാണ് ഇത്തരം എഗ്രിമെൻറ്റുകളിലേക്ക് നയിക്കുന്നത്. ഇവിടെ നമ്മൾ പുറമേ കാണുമ്പോൾ വിചാരിക്കും ഇന്ത്യക്ക് വലിയ ഭീഷണിയില്ല, ഇന്ത്യക്കെതിരായിട്ട് ഒരു സൈനിക സഖ്യത്തിൽ ചേരേണ്ടുന്ന ഒരാവശ്യവും സൗദി അറേബ്യയ്ക്കുമില്ല. പക്ഷേ ഇത്തരം ഒരു എഗ്രിമെൻ്റ് ഒപ്പിട്ടതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരിട്ട നിരവധിയായ ഭീകരാക്രമണങ്ങളുണ്ട്. ഇന്ത്യ 2001 പാർലമെൻറ്റ് ആക്രമണം തുടങ്ങി മുംബൈ ആക്രമണം, മുറി, പത്താൻകോട്ട്, ഇത്തരം പല സന്ദർഭങ്ങളിലും സൗദി അറേബ്യ
ഇന്ത്യക്ക് ശക്തമായ പിന്തുണ നൽകിയിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ക്രോസ് ബോർഡർ ടെററിസം, അവർ അതിർത്തി കടന്ന ഭീകരത ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയുടെ പൊസിഷൻ വളരെ കറക്റ്റാണ്. ടെറർ ആൻഡ് ടോക്ക് വിൽ നോട്ട് ഗോ ടുഗദർ എന്നാണ്. ടെറർ ആൻഡ് ബ്ലഡ് ആൻഡ് വാട്ടർ വിൽ നോട്ട് ഫ്ലോ ടുഗദർ. വളരെ കൃത്യമായ നിലപാട് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് അതിർത്തി കടന്ന ഭീകരതയുണ്ടായാൽ ആണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആഗോള രംഗത്ത് ഇതിനു മുമ്പ് ഇന്ത്യ ബ്ലീഡ് ചെയ്ത ഘട്ടത്തിൽ സൗദി അറേബ്യയുടെ പിന്തുണ നമുക്കുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും ഭീകരതയ്ക്കെതിരായിട്ടുള്ള നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. അത് ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. പക്ഷേ ഇത്തരമൊരു എഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്ത് വരുന്ന ഇന്ത്യ വിരുദ്ധ ഭീകരതയ്ക്കെതിരായി ഒരു പക്ഷേ ഒരു വാക്കുച്ചരിക്കാൻ സൗദി അറേബ്യയ്ക്ക് കഴിയില്ല. സൗദി അറേബ്യ മ്യൂട്ട് ചെയ്യപ്പെടും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇന്ത്യയും അമേരിക്കയുമായിട്ടും വളരെ അടുത്ത സൗഹൃദം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അമേരിക്ക എടുത്ത നിലപാട് എന്താണ്? അമേരിക്കയുടെ നിലപാടിൽ വളരെ സോഫ്റ്റ് ആൻഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ് അവരെടുത്തത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനും അതിൻ്റെ സഖ്യശക്തികളും ഒരു ഡിസ്റപ്റ്റീവ് ഫോഴ്സായിട്ട് മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്നു. അതിനെതിരെ ഒരു വിശാല സുന്നി ഐക്യമുണ്ടാക്കാൻ, അത് അബ്രഹാമിക് അക്കോർഡിൻ്റെ ഭാഗമായി ഇസ്രായേലിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സഖ്യമുണ്ടാക്കുക. ആ സഖ്യത്തെ കൂടുതൽ വിപുലപ്പെടുത്തി വിശാല സുന്നി സഖ്യമുണ്ടാക്കുക. ഈ വിശാല സുന്നി സഖ്യമുണ്ടാക്കുന്നതിൽ പാകിസ്ഥാനെയും ടർക്കിയെയും ഉൾപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തുർക്കി എന്ന് പറയുമ്പോൾ അത് നാറ്റോയിൽ ഇപ്പോഴും അംഗമായ രാജ്യമാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1955 സെൻഡോ ഉണ്ടായപ്പോൾ മുതൽ അതിൽ അംഗമാണ് തുർക്കി. ഇപ്പോൾ സെൻഡോ 1979 പിരിച്ചുവിട്ടു. പക്ഷേ തുർക്കി ഇപ്പോഴും നാറ്റോയിൽ അംഗമാണ്. വെസ്റ്റ് ഏഷ്യയിൽ നാറ്റോയിൽ അംഗമായ ഏക രാജ്യം തുർക്കിയാണ്. അപ്പോൾ ഈ തുർക്കിയെയും അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സുന്നി സഖ്യത്തിൻ്റെ സാധ്യത അമേരിക്ക ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ ഇന്ത്യയെ പിന്തുണയ്ക്കാതെ ഒരു പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് നിലപാടെടുക്കുകയും അസിം മുനീർ എന്ന് പറയുന്ന അങ്ങേയറ്റം ഇന്ത്യ വിരുദ്ധ പ്രസ്താവന നടത്തിയ ആളിന് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഒരു സദ്യ കൊടുക്കുകയാണ് അദ്ദേഹത്തെ. പക്ഷേ സാധാരണഗതിയിൽ ഒരു പ്രസിഡന്റ് മറ്റൊരു പ്രസിഡന്റിന് കൊടുക്കുന്നത് ന്യായമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രസിഡന്റ് പാകിസ്ഥാൻ്റെ സൈനിക മേധാവിക്ക്, അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവിയുണ്ട്, കൊടുത്തത് എന്താണ്? അപ്പോൾ ഇതിനകത്ത് ഈ വിശാല സുന്നി സഖ്യം എന്നത് തുർക്കിയും പാകിസ്ഥാനും അടക്കം ഉൾച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കേണ്ടുന്ന ഒന്നാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ അമേരിക്കയുടെ പിന്തുണ കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അമേരിക്കക്കെതിരായിട്ടുള്ളൊരു മെസ്സേജ് എന്നായിട്ട് ഞാൻ കാണുന്നില്ല. ഒട്ടൈബി 1979 കാവബ പിടിച്ചെടുത്ത് 500ഓളം ആളുകൾ കാവബ പിടിച്ചെടുത്ത വലിയ റവല്യൂഷൻ ഉണ്ടായി ഒട്ടൈബിയുടെ. അന്ന് തുടങ്ങി ഈ പ്രൊട്ടക്ടർ ഓഫ് ദി ഹോളി സാങ്ച്വറീസ് ഓഫ് ഇസ്ലാം എന്നത് സൗദി അറേബ്യ ആണെങ്കിലും സാങ്കേതികമായി അതിനെ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യയ്ക്ക് ചില സൈനിക സഹായം, അതിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നിട്ടുള്ള അവരുടെ സ്ഥാപനങ്ങൾ, അവരുടെ മിലിറ്ററി കേന്ദ്രങ്ങൾ, ഒരുപക്ഷെ ഭീകരതയുടെ കേന്ദ്രങ്ങളടക്കം പുനർനിർമ്മിക്കണം. അതിനവർക്ക് സൗദിയുടെ ഫിനാൻഷ്യൽ റിസോഴ്സസ് അനിവാര്യമാണ്. അത് സൗദി കൊടുത്തേക്കാം. സൗദിക്ക് പാകിസ്ഥാൻ്റെ മിലിറ്ററി ടെക്നോളജിയും അവിടുത്തെ മിലിറ്ററി പേഴ്സണൽസും അവരുടെ പരിശീലനവും ആവശ്യമാണ്. അത് പാകിസ്ഥാനിൽ നിന്ന് കിട്ടും. അത്തരത്തിൽ ഒരു ധാരണയിൽ ഇപ്പോൾ ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. തന്ത്രപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ നമുക്ക് വിഷയങ്ങളുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു ഗൾഫ് രാജ്യം ഇന്ത്യക്കെതിരായി നിൽക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 1950കളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആശങ്ക പാകിസ്ഥാൻ മുതൽ ഇസ്രായേൽ വരെ നീളുന്ന ഇസ്ലാമിക് ബ്ലോക്ക്, അത് ഒരു ആൻറ്റി ഇന്ത്യൻ ഇസ്ലാമിക് ബ്ലോക്കായി മാറുകയും അത് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കെതിരായ ഒരു ബ്ലോക്കായി പ്രവർത്തിക്കുമെന്ന ആശങ്ക 1950കളിൽ ഇന്ത്യയുടെ പശ്ചിമേഷ്യൻ നയത്തിൻ്റെ അന്തർധാരയായി പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഈ 2025 വരെ അത് സംഭവിച്ചില്ല. പാകിസ്ഥാന് ഒരു ഇസ്ലാമിക രാജ്യവുമായിട്ടും വെസ്റ്റ് ഏഷ്യൻ രാജ്യവുമായിട്ടും ഒരു സൈനിക സഖ്യത്തിൽ ഒപ്പിടാൻ സാധിച്ചില്ല. പക്ഷേ 2025 അത് സംഭവിച്ചു. അതൊരു പക്ഷേ ഒരു റൈച്വലിസ്റ്റിക് ആവാം, അല്ലെങ്കിൽ സിംബോളിക് ആവാം.
നമുക്ക് നേരിട്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും ഇന്ത്യക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇന്ത്യക്ക് ഉണ്ട് താനും. പക്ഷേ എങ്കിലും ഒരു റൈച്ചറിസ്റ്റിക് ആണെങ്കിൽ പോലും അത്തരമൊരു എഗ്രിമെൻ്റ് ഉണ്ടായി. അതൊരു സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് പാക്റ്റാണ്. ഒരു രാജ്യത്തിനെതിരായിട്ടുള്ള ആക്രമണം രണ്ട് രാജ്യത്തിനുമെതിരായിട്ടുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന ക്ലോസ് അതിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിനെ ഓവർകം ചെയ്യുന്ന തന്ത്രപരമായ നിലപാട് ഇന്ത്യ സ്വീകരിക്കുക. എന്തായാലും ഇസ്രായേൽ ഖത്തറിലേക്ക് നടത്തിയ കടന്നുകയറ്റമാണ് ഇത്തരം ഒരു സാഹചര്യം അറബ് മേഖലയിൽ സൃഷ്ടിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്ത്യ കരുതലോടുകൂടിയാണ് അതിനെ നോക്കിക്കാണുന്നത്. നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. അതിഥികൾ തുടരുക. ഇടവേള. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ രഘുനാഥ് നായർ, നോക്കൂ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നാലെ അമേരിക്ക സ്വീകരിച്ച നിലപാടുകൾ എന്താണെന്ന് നമുക്കറിയാം. നമ്മളുടെ അയൽ രാഷ്ട്രമായ ചൈന എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ഈ സാഹചര്യത്തിന് ശേഷം അമേരിക്കയുമായും ചൈനയുമായും ഒക്കെ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നു. അസിം മുനീർ അതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മൾ കാണുന്നു. അമേരിക്കയിൽ അതിഥിയായി എത്തിയത് അസിം മുനീറാണ്. ഷാങ്ഹായ് ഉച്ചകോടി വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയതിന് പിന്നാലെ അസിം മുനീറിന് അവിടെ കിട്ടിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ പാകിസ്ഥാൻ അവരുടെ ബന്ധം വിപുലപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ടോ? രേണുക, ഇതിനകത്ത് ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. കാരണം നമ്മൾ കുറച്ചുകൂടെ ഹിസ്റ്ററി അനലൈസ് ചെയ്യണം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയെടുത്തു ഞാൻ അവിടേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ഒരു വാർ വന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഇടപെടുവോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഇന്ന് ലോകത്തിലെ 4ാമത്തെ സായുധ ശക്തിയാണ്. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ വെറും 24ാമത്തെ ശക്തിയാണ്. അപ്പം അവിടെ ഒരു മാച്ചിന്റെ അടുത്ത് പോലും വരുന്നില്ല. കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ ഒരു കാരണവശാലും അങ്ങനെ ഒരു സാഹചര്യത്തിന് സൗദി മുതിരില്ല എന്ന് മാത്രമല്ല, ഇനി പാകിസ്ഥാൻ സൗദി അറേബ്യയുമായിട്ട് സഖ്യമുണ്ടായി. നോക്കൂ, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടികൾ നേരിട്ടു. അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു, ഭീകര താവളങ്ങൾ ആക്രമിക്കപ്പെട്ടു. അതിന്റെ പുനരുദ്ധാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ്. അതിന് സാമ്പത്തിക സഹായം ലഭിക്കുന്നു, അവർക്ക് തിരികെ ആ പൊസിഷനിൽ എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് പോലും ഇന്ത്യയെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ്. ഇവിടെ അതിനകത്ത് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നേരത്തെ ശ്രീ പി ജെ വിൻസെന്റ് പറഞ്ഞതുപോലെ ഈ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സൗദി അറേബ്യയിൽ നിന്ന് നേരത്തെ മുതലേ വളരെയധികം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പാകിസ്ഥാൻ ഇനിയും ആ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് വേണം. അല്ലാതെ ഒരു മിലിറ്ററി അസിസ്റ്റൻസ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ, ഒന്നാമത്തെ കാര്യം ഓൾ ഓഫ് എ സഡൻ ഉണ്ടായതല്ലെന്ന് ഞാൻ പറയുന്നതിന്റെ ഒരു കാരണമാണ്. ഖത്തറുമായിട്ടോ UAE-യുമായിട്ടോ മറ്റൊരു രാജ്യവുമായിട്ടോ പാകിസ്ഥാൻ ഇപ്പം ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു എഗ്രിമെന്റിലേക്ക് വന്നിട്ടില്ല. ഖത്തറിലെ അറ്റാക്ക് സത്യം പറഞ്ഞാൽ സൗദി അറേബ്യ ഒരുപാട് വറിയിടൊന്നുമില്ല. അതിന്റെ കാരണം സൗദി അറേബ്യയും ഖത്തറുമായിട്ട് നേരത്തെ പോലെ പ്രശ്നമുള്ളതാണ്. സൗദി അറേബ്യ ഖത്തറിനെതിരെ സൗദി അറേബ്യ UAE-യും ഒമാനും ഒക്കെ ചേർന്നിട്ട് ബ്ലോക്കേഡ് വരെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത് വിഷയം വേറെയാണ്. പിന്നെ ഇങ്ങനെ ഒരു കോൺഫ്ലിക്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ശക്തമായ അമേരിക്കൻ കോളനികളാണ്. അമേരിക്കയുടെ മിലിറ്ററി എക്യുപ്മെന്റ്സും അമേരിക്കയുടെ പട്ടാളക്കാരും എല്ലാം അവിടെ ധാരാളമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു എസ്കലേഷനിലേക്ക് അമേരിക്ക എന്ത് പറഞ്ഞാലും ഇന്ത്യയുമായിട്ടുള്ള ബിസിനസ് താല്പര്യങ്ങളുടെ മുൻനിർത്തി അവരെ സമ്മതിക്കില്ല. രണ്ടാമത്, ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ ചൈനയും പാകിസ്ഥാനുമായിട്ടുള്ള ഒരു 2 ഫ്രണ്ട് വാറിന് പോലും തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു അതിഭയങ്കരമായ ഒരു മിലിറ്ററി സൂപ്പർ പവർ ആണെന്ന് തന്നെ പറയാം. നമുക്ക് ആ പടം ഒരു ചെറിയൊരു കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ ഓഫ് സ്ക്വാഡ്രൻസ് പണ്ട് അപ്രൂവ്ഡ് ആയിട്ടുള്ളത് 42 അതിപ്പോ നമ്മൾ 30ലേക്ക് വരുന്നു, 31ലേക്ക് വരുന്നു. MiG-21 2 സ്ക്വാഡ്രൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് 29 നമുക്ക് ആ ഒരു ഷോർട്ടേജ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ മിസൈൽ പവറും ഇന്ത്യയുടെ നേവൽ പവറും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയൊരു വിഷയമല്ല. പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലും സൗദി അറേബ്യയുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റില് പാകിസ്ഥാന്റെ ഒരു പാർട്ടിസിപ്പേഷൻ. പാകിസ്ഥാനും ഇസ്രായേലുമായിട്ടുള്ള ഏരിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4000 കിലോമീറ്ററോളം ആണല്ലോ. പാകിസ്ഥാന്റെ ഏറ്റവും ദൂരത്തേക്ക് സഞ്ചരിക്കാവുന്ന മിസൈൽ എന്ന് പറഞ്ഞാൽ ഷഹീൻ 3 ആണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം അവർ ഡെവലപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഷഹീൻ 3യുടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2750 കിലോമീറ്റർ ആണ്. ഇങ്ങനെ സൗത്ത് ഇന്ത്യ വരെ വരുമെന്നൊക്കെ പാകിസ്ഥാൻ ക്ലെയിം ചെയ്തു. അപ്പൊ ഈ 4000 കിലോമീറ്റർ ദൂരെ കിടക്കുന്ന ഇസ്രായേലിലേക്ക് പാകിസ്ഥാനെ ആക്രമിക്കാനായിട്ട് യാതൊരു കാരണവശാലും പാകിസ്ഥാന്റെ ഒരു സഹായം സൗദിക്ക് കിട്ടാൻ പോകുന്നില്ല.
പിന്നെ ഒരു ലാൻഡ് മൂവ്മെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയെ വിട്ടുകൊടുക്കും, തീർച്ചയായിട്ടും മിലിറ്ററിയെ വിട്ടുകൊടുക്കും. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിന് മറ്റൊരു ആംഗിൾ ഉണ്ട്. നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഇതിനെ സ്റ്റഡി ചെയ്തപ്പോൾ ഇത് ചൈന രചിച്ച ഒരു കഥയാണ്, തിരക്കഥയാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2016 ചൈനയും സൗദി അറേബ്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ 2023 കൂടുതൽ ശക്തമായിട്ട് അവർ പുതുക്കിയിട്ടുണ്ട്. 2025 വന്നപ്പോൾ വീണ്ടും അതിനെ പുതുക്കിയിട്ടുണ്ട്. അപ്പൊ ചൈനയും സൗദി അറേബ്യയുമായിട്ട് വളരെ ശക്തമായ ഒരു സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് മിലിറ്ററി സഹായങ്ങൾ, ഇപ്പൊ ചൈനയുടെ മിസൈലുകളൊക്കെ ധാരാളമായിട്ട് സൗദി അറേബ്യ ഉപയോഗിക്കുന്നുണ്ട്. ചൈന ഇഷ്ടംപോലെ ആയുധങ്ങൾ സൗദി അറേബ്യക്ക് കൊടുക്കുന്നുണ്ട്. അമേരിക്കയുടെ ആയുധങ്ങളുണ്ട്, അതിന്റെ കൂടെ ചൈനയുടെ ഉണ്ട്. ചൈന ഇതിനകത്ത് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ചൈനയുടെ ഏറ്റവും ഒരു ഡ്രീം പ്രൊജക്ട് ആണ് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്. അപ്പൊ ഈ BRIയിൽ അവര് സൗദി അറേബ്യൻ പങ്കാളി ആയതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ വർഷം 2025 തന്നെ 19 ബില്യന്റെ BRI ഇൻവെസ്റ്റ്മെന്റ് ആണ് ചൈന സൗദി അറേബ്യയിൽ നടത്തിയിട്ടുള്ളത്. ചൈനയുടെ വിഷൻ 2030 ശക്തമായ ഒരു പാർട്ട്ണറാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെയല്ലേ ചൈനയാണ് സൗദി അറേബ്യ ഇറാനും തമ്മിൽ ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഈ നേരത്തെ ശ്രീ PJ വിൻസെന്റ് പറഞ്ഞതുപോലെ അമേരിക്ക ഈ സുന്നികളുടെ ഒരു കൂട്ടായ്മ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് സുന്നിയും ഷിയയും തമ്മിലുള്ള ഐഡിയയാണ് സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ളത്. അപ്പൊ ഇതില് ചൈന വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ട് ഇറാനെയും സൗദി അറേബ്യയും തമ്മിൽ കൈകൊടുക്കാൻ പറഞ്ഞു. അവർ തമ്മിൽ കൈകൊടുത്തു. ഇപ്പൊ വലിയ കുഴപ്പമില്ലാതെ പോവുകയാണ്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു സാഹചര്യം ഇപ്പൊ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് ഈ ഖത്തറിലെ ഇസ്രായേലിന്റെ ആക്രമണവും അമേരിക്കയുടെ നിഷ്ക്രിയത്വം ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അറബ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും ദൂരോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് ചൈന വളരെ ശക്തമായ ഒരു ശ്രമം നടത്തും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത് ചൈന ഡ്രാഫ്റ്റ് ചെയ്തതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈന എവിടെയും അവരുടെ ട്രൂപ്സിനെ ഒരു യുദ്ധത്തിനും അയക്കില്ല. അവരുടെ ട്രൂപ്സിനെ മുറിവേക്കാൻ വല്ലോന്റെ യുദ്ധത്തിന് പോയിട്ട് മുറിവേക്കാനായിട്ട് ഇതുവരെ ചൈന ചെയ്ത ചരിത്രമില്ല. അപ്പൊ സൗദി അറേബ്യക്ക് നാളെ, കാരണം സൗദി അറേബ്യ ചൈനയുടെ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറാണ്. ചൈന സൗദി അറേബ്യന് മിലിറ്ററി അസിസ്റ്റൻസ് കൊടുക്കണം. സൗദി മറ്റൊരു രാജ്യമായിട്ടൊരു കോൺഫ്ലിക്റ്റ് വന്നാല് ചൈന എന്തായാലും അവരുടെ മാൻ പവറിനെ കൊടുക്കാൻ തയ്യാറല്ല. അവരുടെ സിസ്റ്റംസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പോലും ചൈനീസ് ഉദ്യോഗസ്ഥരെ അയക്കാൻ തയ്യാറല്ല. ഇവിടെയാണ് സ്കേപ്പ് ഗോട്ട് ആക്കാൻ വേണ്ടി പാകിസ്ഥാന് പൈസ കൊടുത്തിട്ടുണ്ട്. കാരണം പാകിസ്ഥാൻ പൈസ കിട്ടിയാൽ പാകിസ്ഥാൻ ഈസ് ഓൺ സൈഡ്, അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവര് ഈ ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ഭിക്കാരി നേഷനാണ് അവര്. ദേർ ഓൺ സെയിൽ, അതിന് സംശയമൊന്നുമില്ല. ഇവര് ഈ പിച്ച ചട്ടിയുമായിട്ട് നടക്കുകയാണ്. അപ്പൊ പാകിസ്ഥാന്റെ ട്രൂപ്സിനെ ഉപയോഗിച്ചിട്ട് സൗദി അറേബ്യയെ പ്രൊട്ടക്ട് ചെയ്യുക, കാരണം ബെൽറ്റ് ആൻഡ് റോഡിന് കേടുവരാതെ നോക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു ആവശ്യമാണ്. അപ്പൊ ഇത് ചൈന രചിച്ചതാണ്. അല്ലെങ്കിൽ ഒരു 6 ദിവസം കൊണ്ടോ 4 ദിവസം കൊണ്ടൊന്നും ഇത്രയും വലിയൊരു എഗ്രിമെന്റ് 2 രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഒപ്പിടുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അമേരിക്ക ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന ഈ സുന്നി കോഓപ്പറേഷൻ അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ള ചൈനയുടെ ആവശ്യമാണ്. കാരണം സുന്നി കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഭൂരിഭാഗം മുസ്ലിം രാജ്യങ്ങളും ഇതിൽ വരും. ഈ പാകിസ്ഥാനും സൗദി അറേബ്യയും UAE പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം സുന്നി ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളാണ്. അവിടെ ചൈനയ്ക്ക് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ സൈഡിൽ നിൽക്കുന്ന ഇറാൻ ആണ്. ഇറാൻ അപ്പൊ ഷിയ രാജ്യമാണ്. അപ്പൊ ഈ സുന്നി സഖ്യത്തിന് ശക്തി കുറയ്ക്കണം, അതല്ലേ അത് സക്സസ്ഫുൾ ആകരുത്. അതിനു വേണ്ടിയിട്ട് ഇറാനെയും സൗദി അറേബ്യയും പാകിസ്ഥാനെയും കൂടെ കൂട്ടിക്കെട്ടി ഈ സുന്നി സഖ്യത്തിന് ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചൈനയുടെ മറ്റൊരു സ്ട്രാറ്റജിയും കൂടെയാണ് ഇതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ശരി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ജിയോ പൊളിറ്റിക്കലി ഇത് വളരെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആംഗിളായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ കേണൽ ഡിന്നി, നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസ് എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നതെന്ന്. വലിയ രീതിയിൽ പ്രധാനമന്ത്രിയുടെ ഡിപ്ലോമസി ഫെയിലിയറിനെ അവർ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഓവർ ഹൈപ്ഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡ്രിവൺ ഡിപ്ലോമസിയാണ് പരാജയപ്പെട്ടിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കയുമായി വലിയ സൗഹൃദം അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്ക ഏറ്റവും വലിയ തീരുവ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചത്. ഷാങ്ഹായ് ഉച്ചകോടിയിൽ വളരെ വലിയ പ്രകീർത്തനം കേട്ടു, വലിയ പുകഴ്ത്തൽ കേട്ടു, വലിയ ആശയവിനിമയങ്ങൾ നമ്മൾ കണ്ടു. അതിന് പിന്നാലെ അസിം മുനീറുമായി ബന്ധപ്പെട്ട് അവിടെ നൽകിയ സ്വീകരണവും മറ്റ് ഊഷ്മളമായിട്ടുള്ള ബന്ധവും മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ എത്തിയതാണ്. അങ്ങനെ
ഇപ്പോൾ സൗദിയുടെ കാര്യത്തിലാണെങ്കിൽ അവിടുത്തെ പരമോന്നത ബഹുമതി ഉൾപ്പെടെ നേടി പ്രധാനമന്ത്രി അവിടെ വളരെ ഊഷ്മളമായ ബന്ധം എന്ന തരത്തിലുള്ള ചിത്രങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഇതാ ഇപ്പോൾ സൗദിയും പാകിസ്ഥാനും പിന്നാലെ പോകുന്ന സാഹചര്യമാണ്. അതൊരു ഡിപ്ലോമാറ്റിക് ഫെയിലിയർ എന്ന നിലയിൽ ഉയരുന്ന ആരോപണങ്ങളെ എങ്ങനെ കാണണം? തുടർച്ചയാണ് അതിന്റെ. മാം, ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തിരുന്നു. അതായത് ഇന്റർനാഷണൽ റിലേഷൻസ് അല്ലെങ്കിൽ ഡിപ്ലോമസി ഒക്കെ വളരെ അടുത്ത് അറിയുന്നവർ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുന്നവർ, അതിനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇന്ത്യയുടെ ഡിപ്ലോമസി ഈ കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഏത് ലെവലിലാണ്. ഇന്ത്യയുടെ ഇപ്പം ഡിപ്ലോമാറ്റിക്കലി ഇന്ത്യയുടെ സ്ഥാനം എവിടാണെന്നും ഒക്കെ ഏതൊരു പാർട്ടിയിൽ വിശ്വസിച്ചാലും ഒരു ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാം നമ്മളെ ഡിപ്ലോമസി ഇപ്പൊ എവിടാണെന്ന്. ഫോറിൻ ഡിപ്ലോമസിക്ക് ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പണ്ട് നെഹ്റുവിന്റെ സമയം തൊട്ട് ഇപ്പൊ പ്രൈം മിനിസ്റ്റർ മോദിയുടെ സമയം വരെ ഒരു ഫോറിൻ ഡിപ്ലോമസിയിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. പക്ഷെ ഇന്ന് ഭാരതത്തിന്റെ ഒരു സ്ഥാനം എവിടാണെന്നുള്ളത് അത് ഒരു ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് മാത്രമല്ല, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഈ ഫോറിൻ ഡിപ്ലോമസിക്ക് കണ്ടിന്യൂറ്റി ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ തീരുവ അമേരിക്ക ഇന്ത്യക്ക് ചുമത്തുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സൗദിയുടെ കാര്യത്തിലാണെങ്കിലും ഇതുവരെ 8 പതിറ്റാണ്ടായി സൗദി പാകിസ്ഥാൻ സഹകരണമുണ്ട്, അവർക്ക് സാമ്പത്തിക സഹായമുണ്ട്. പക്ഷെ ഇതാ ഇങ്ങനൊരു ഡീൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയും US-ഉം ഇതിനു മുൻപും ഇതിനെക്കാട്ടിയും വലിയ വഷളായിട്ടുള്ള സമയം ഉണ്ടായിരുന്നല്ലോ. 1971 വാറിൽ അവിടുത്തെ 7th ഫ്ലീറ്റ് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളെ ന്യൂക്ലിയർ ബോംബ് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്ത സമയത്ത് നമ്മളെ ബാൻ ചെയ്തൊരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ഒരു സ്പേസിലും ഒരു രീതിയിലുള്ള സഹായം ഒന്നും ചെയ്യാത്തൊരു സംഭവം ഉണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ മാറി ഇന്ത്യയും US-ഉം തമ്മിലുള്ള റിലേഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട്. ഇപ്പൊ ഈ തിരുവയുടെ കാര്യം തന്നെ പറയും, നമുക്ക് സംസാരിക്കാം. തിരുവയുടെ കാര്യം എന്താണ് നടന്നത്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് നടന്നത്? ഇന്നലെ എന്താണ് നടന്നത്? ഡൊണാൾഡ് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദിയെ പേഴ്സണലി 12 മണിക്ക് വിളിച്ച് സംസാരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യം. ഞാൻ ഒന്നുകൂടി അത് വ്യക്തമാക്കാം. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഒരു വ്യാപാര ഇടപാടിലും പുറംതള്ളിക്കൊണ്ട് ഒരു രാഷ്ട്രത്തിന് മുന്നോട്ട് പോവുക സാധ്യമല്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഡിപ്ലോമസിയുടെ തുടർച്ച ഉണ്ടാകും. അതിനപ്പുറം കൊട്ടിഘോഷിക്കുന്ന തരത്തിൽ മോദി വലിയ ഡിപ്ലോമാറ്റിക് വ്യക്തിത്വമുള്ള ആളാണ്, പ്രധാനമന്ത്രിയാണ്, മറ്റ് രാഷ്ട്രങ്ങളുമായി വളരെ വലിയ സൗഹൃദം, രാഷ്ട്ര തലവന്മാരുമായിട്ടുള്ള സൗഹൃദം എന്ന് കൊട്ടിഘോഷിക്കുന്ന ബന്ധമോ അതിന്റെ നേട്ടമോ രാജ്യത്തിനില്ല. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് നേട്ടവും ഉണ്ടാക്കാൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനത്തിലേക്കാണ് ഞാൻ ശ്രദ്ധ ക്ഷണിച്ചത്. അത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള കണ്ണാടിയിൽ വെച്ച് നോക്കുന്നുണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വിമർശനം കാണുന്നത്. കാരണം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പം ഇന്റർനാഷണൽ റിലേഷനെ കുറിച്ച് യാഥാർത്ഥ്യമായിട്ട് മനസ്സിലാക്കുന്നവരും പഠിക്കുന്നവരും അതിന്റെ പ്രാക്ടീഷണേഴ്സും അവർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യൻ ഡിപ്ലോമസി അല്ലെങ്കിൽ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് സ്റ്റാൻഡ് എന്താണെന്നോ ഇന്ത്യൻ ഡിപ്ലോമാറ്റിക് സ്ട്രെങ്ത് എന്നോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. നോക്കൂ, ഇവിടെ കൃത്യമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാകിസ്ഥാന്റെ നമ്മൾ ഏത് രീതിയിലാണ് അവരെ അടിച്ച് തകർത്തത് എന്നുള്ളതിനകത്ത് നമുക്ക് ആർക്കും സംശയമില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെയാണ് അവിടുത്തെ തന്നെ ലഷ്കർ എ തോയ്ബയുടെയോ ജയ്ഷെ മുഹമ്മദിന്റെ ഒക്കെ അവിടുത്തെ ടെററിസ്റ്റ് കരയുകയായിരുന്നു. ഞങ്ങളെ നോക്കൂ, പാകിസ്ഥാന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഞങ്ങൾ കാബൂലിൽ പോയി പൊട്ടിച്ചു, ഡൽഹിയിൽ പോയി പൊട്ടിച്ചു, അവസാനം ഞങ്ങളെ തലയിൽ വന്ന് ഇത്രയും അവിടുത്തെ കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കി എന്നുള്ള രീതിയിലേക്ക് അവരെ തന്നെ പറഞ്ഞു. അപ്പൊ അതിനകത്തൊന്നും യാതൊരു സംശയമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഞാനാണ് അത് ഇടപെട്ട് എന്നുള്ളത്, അതിന്റെയും മറുപടി ഇന്നലെ പാകിസ്ഥാന്റെ തന്നെ ഫോറിൻ മിനിസ്റ്ററോ ഡിഫൻസ് മിനിസ്റ്ററോ പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നില്ല. ഞങ്ങൾ പറഞ്ഞു ഇന്ത്യ പറഞ്ഞു ഒരു രീതിയിലുള്ള ഒരു ഇന്റർഫിയറൻസും ഞങ്ങൾ ടോളറേറ്റ് ചെയ്തിട്ടില്ല, ഇറ്റ്സ് എ ബയലാറ്ററൽ ഇഷ്യൂ എന്ന് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ അപ്പൊ നമ്മുടെ ഡിപ്ലോമാറ്റിക് സ്ട്രെങ്ത് എവിടെ പോയി? അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ സമയത്ത് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു എന്താ പറഞ്ഞ ഒരു വാദം ഉണ്ടായിരുന്നു. അത് അദ്ദേഹമാണ് ഇതിന്റെ ഇടപെട്ടിട്ട് ചെയ്തതെന്നുള്ളത്. അത് നമ്മൾ എഗ്രി ചെയ്യാത്തതുകൊണ്ട് അതിനുവേണ്ടിയാണ് അസീം മുനീർ ഫീൽഡ് മാർഷലിനെ അവിടെ വിളിച്ച് വിരുന്നത് കൊടുത്തത്. അതായത് നൊബേൽ പീസ് പ്രൈസ് കിട്ടാൻ വേണ്ടി ഉള്ള ഒരു ശ്രമം. ആ നൊബേൽ പീസ് പ്രൈസിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യത്തില്ല. ഇന്ത്യയുടെ പാർലമെന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ലോകത്തുള്ള ഒരു രാഷ്ട്ര തലവനും ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിൽ ഓപ്പറേഷൻ സിന്ധുവിൽ എന്നുമായിട്ട് ഇടപെട്ട് നിർത്തണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പൊ എന്ത് പറ്റി? ഈ ഡബിൾ ടാക്സേഷൻ വന്നു, 25% + 25%. അപ്പൊ നമ്മളൊന്ന് എന്തെങ്കിലും ചെയ്തോ? നമ്മൾ വളരെ മെഷേർഡ് ആയിട്ട് ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ മാം. അത് ചെയ്ത നമ്മൾ ചൈനയിൽ പോയി, ചൈനയുടെ SCO സമ്മിറ്റിൽ പങ്കെടുത്തു. ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമ്മൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ എന്തായി? ഇപ്പൊ
ഡൊണാൾഡ് ട്രംപ് തന്നെ ഭാഗത്ത് തന്നെ വന്നല്ലോ, നമ്മൾ ഭാരതമായിട്ട് വീണ്ടും നമ്മൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യും, ഭാരതം അങ്ങനെ ഒരു രാജ്യമല്ല, നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാണ്. ഇപ്പൊ വീണ്ടും ഡൊണാൾഡ് ട്രംപ് ഫ്രണ്ട് തന്നെയാണല്ലോ ഇപ്പൊ പ്രൈം മിനിസ്റ്റർ മോദി പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്നത് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് സ്ട്രെങ്ത് ആണ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് പ്രൈം മിനിസ്റ്റർ മോദി. അത് ഞാൻ പറഞ്ഞില്ലേ, പൊളിറ്റിക്കൽ കണ്ണ് വെച്ച് കാണുന്നുണ്ട്, അത് ചിലപ്പം അത് പൊളിറ്റിക്കൽ വിമർശനമായിട്ടുള്ള രീതിയിലേക്ക് ചെയ്യാം. പക്ഷെ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ വെറും ഒരു ഒറ്റ കാര്യം കൊണ്ടല്ല, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് അത്രമാത്രം വന്നിട്ടുണ്ട്. നമ്മുടെ മിലിറ്ററി, നേരത്തെ രഘു സർ പറഞ്ഞ പോലെ മിലിറ്ററി ഗ്രോത്ത് ഉണ്ട്. അതിന്റെ മുകളിലാണ് ഈ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ്. ആ ലീഡർഷിപ്പ് മാറ്റർ ചെയ്യും. അതിനകത്ത് ഏതൊരു സംഘടനയായാലും രാഷ്ട്രമായാലും ഏതായാലും ആ ലീഡർഷിപ്പ് മാറ്റർ ചെയ്യും. ആ ലീഡർഷിപ്പിനെ ഇന്ന് ലോകം അംഗീകരിക്കുന്നുണ്ട്. അതാണ് എന്റെ വാസ്തവം. അല്ലെങ്കിൽ നോക്കൂ, ഇന്നലെ തന്നെ ഇപ്പൊ അതിന് ഒരു PR എക്സസൈസ് എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് രാത്രി 12 മണിക്ക് വിളിച്ചത്? എന്തിനാണ് ഇസ്രായേലിന്റെ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, ഇറ്റലി, എത്ര രാജ്യങ്ങളിൽ, സൗദി അറേബ്യയുടെ സൽമാൻ പ്രിൻസ്, UAE പ്രിൻസ്, എത്ര രാജ്യങ്ങളിലെ തലവന്മാരാണ് ഡയറക്റ്റായിട്ട് വിളിച്ച് അദ്ദേഹത്തിന് അല്ലെങ്കിൽ മെസ്സേജിലൂടെ ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കെമിസ്ട്രിയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ തീർന്നു. എല്ലാവർക്കും അത് ചിലപ്പോൾ കാണത്തില്ല. പണ്ട് ചിലപ്പോൾ ജവഹർലാൽ നെഹ്റുവിന് കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ആ ലീഡർഷിപ്പിന്റെ ഒരു വാല്യൂ ഉണ്ട്. ആ ലീഡർഷിപ്പിന്റെ വാല്യൂ ചെയ്ത് മനസ്സിലാക്കണം. നമുക്ക് അഭിമാനമാണ്, എല്ലാ ഇന്ത്യൻസിന്റെ പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലാതെ BJPയുടെ മാത്രം പ്രൈം മിനിസ്റ്റർ അല്ല. അതുകൊണ്ട് ഇന്ത്യൻ ഡിപ്ലോമസി ഈ സൗദി അറേബ്യ പാകിസ്ഥാന്റെ ആ ഒരു ട്രീറ്റിയിൽ എന്തെങ്കിലും ബാക്കിലോട്ട് പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് പ്രൈമറിലി അഗെയിൻസ്റ്റ് ഇസ്രയേൽ ആണ്. പ്രൈമറിലി ഇത് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ വെപ്പണിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ശ്രീ സൽമാൻ ഒരു ബുക്കിൽ പറഞ്ഞത്, ഞാൻ അഗൈൻ കോട്ട് ചെയ്യാണ്, വി ഡോണ്ട് നീഡ് യുറേനിയം, വി വിൽ ബൈ ഇറ്റ് ഫ്രം പാകിസ്ഥാൻ. അതായത് ഞങ്ങൾ യുറേനിയത്തിന് നിർമ്മിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് വാങ്ങിച്ചോളാം. കാരണം പാകിസ്ഥാനിൽ പൈസ ഇല്ല, സൗദി അറേബ്യയിൽ പൈസ ഉണ്ട്, അവർക്ക് ആവശ്യമുള്ള കാര്യം വാങ്ങിക്കാൻ പാകിസ്ഥാനിന് സാധിക്കും. അതാണ് അതിന്റെ ബോട്ടം ലൈൻ. അവസാനമായി ശ്രീ PJ വിൻസെന്റ്, ഇതിപ്പോൾ ഇസ്രായേലിന്റെ ഖത്തറിലേക്കുള്ള കടന്നുകയറ്റവും തുടരുന്ന ഭീഷണിയുമാണ് അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു ഏകീകരണം സൃഷ്ടിക്കുന്നത്. അമേരിക്കയിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. ഏകീകൃത നിലപാട് സ്വീകരിക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനും തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ ഉള്ള ഒരു കരാറായി നമ്മൾ ഇതിനെ കാണണം. ഈ ജിയോ പൊളിറ്റിക്സിൽ എന്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, അത് ഏത് ഘട്ടം വരെ പോകും എന്നതാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഇപ്പം ഈ കളക്റ്റീവ് സെക്യൂരിറ്റി മെഷർ എന്നുള്ളത് അന്താരാഷ്ട്ര മേഖലയിൽ നിന്ന് ഏറെക്കുറെ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ രാജ്യങ്ങൾ സർവൈവലിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള സൈനിക സഖ്യങ്ങളിലും ബന്ധങ്ങളിലും ഏർപ്പെടാൻ നിർബന്ധിതമാവുകയാണ്. അതൊരു തരത്തിലുള്ള ബാലൻസ് ഓഫ് പവർ പൊളിറ്റിക്സിലേക്ക് ലോകം മാറി. അപ്പം ഓരോ രാജ്യവും അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അതിൻ്റെ ശത്രു രാജ്യവുമായിട്ട് അതിൻ്റെ സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയും ഒക്കെ ബാലൻസ് ചെയ്യേണ്ട നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആണ് പ്രാദേശികമായിട്ടുള്ള ചില സഖ്യങ്ങളിലേക്ക് ഇടപെടേണ്ടുന്ന ഒരു സാഹചര്യം ഈ ഏകദേശം ഈ സൂപ്പർ പവറുകളല്ലാത്ത രാജ്യങ്ങൾക്കുണ്ടാകുന്നു. സൂപ്പർ പവർ എന്ന് പറയുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും അമേരിക്കയ്ക്കും പോലും ഇത്തരം പ്രതിസന്ധിയുണ്ട്. ഇവിടെ ഈ ബാലൻസ് ഓഫ് പവർ ഇതിലേക്ക് ലോകം സിസ്റ്റം മാറുമ്പോഴുള്ള പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലാകെ നിലവിൽ ഒരേ ഒരു സൈനിക സഖ്യമേ ഉള്ളൂ. അത് നാറ്റോ സൈനിക സഖ്യമാണ്. അതിൽ 32 അംഗങ്ങളുണ്ട്. 2024 ഫിൻലാൻഡ് അതിൽ ചേർന്നു, 2023 സ്വീഡൻ ചേർന്നു. ഇപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ നാറ്റോ സഖ്യത്തിൽ ചേരാൻ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ ഒരേ ഒരു സൈനിക സഖ്യമാണത്. അതുകൊണ്ട് ഈ ആ സൈനിക സഖ്യം എതിരായാൽ നമ്മളുടെ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ആര് വഹിക്കും എന്നുള്ള പ്രശ്നമുണ്ട്. അത് വൻശക്തി രാഷ്ട്രങ്ങൾക്കുമുണ്ട്, മിഡിൽ റേഞ്ചിലുള്ള സൈനിക സഖ്യങ്ങൾക്കുമുണ്ട്. അപ്പോൾ ഈ സൗദി അറേബ്യ ഇപ്പോൾ ഇത്തരത്തിലൊരു എഗ്രിമെൻറ്റിലേക്ക് പാകിസ്ഥാനിലേക്ക് പോയതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ട്രിഗർ ഫാക്ടർ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഖത്തർ ആക്രമണമാണെന്നുള്ളത് ശരിയാണ്. അതോടൊപ്പം ഈ നമ്മുടെ രഘുനാഥ് സാർ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഈ വെസ്റ്റ് ഏഷ്യൻ സാഹചര്യത്തിൽ ഖത്തറും ഇറാനും തുർക്കിയും ചേർന്ന് ഒരു ഐക്യനിര രൂപപ്പെട്ടിരുന്നു. അവർ ഈ ഫലസ്തീൻ കോസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു പരിധിവരെ ഇറാൻ നേതൃത്വം നൽകുന്ന സുന്നി ഷിയ സഖ്യത്തെയും, അതായത് ഹിസ്ബുള്ളയും ഹൂത്തികളും, അന്നത്തെ സിറിയ ഷിയ റഷീമായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഒരു സുന്നി റഷീം അവിടെ വന്നത്. ഇറാഖ്, ഈ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന വിശാല സുന്നി സഖ്യത്തോട് സോഫ്റ്റ് നിലപാട് സ്വീകരിക്കുന്ന ഒന്നായിരുന്നു. അത് ഇല്ലാതാക്കാൻ സാധിച്ചു അമേരിക്കയ്ക്ക്. അതില്ലാതാക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്ക് ഈ ഇറാൻ, സൗദി, പാകിസ്ഥാൻ സഖ്യം രൂപപ്പെടുന്നതിൽ ചൈനയ്ക്ക് താല്പര്യമുണ്ടാവാം. ഒരുപക്ഷെ ചൈന ആയിരിക്കാം എന്ന രഘുനാഥ് സാറിൻ്റെ നിരീക്ഷണം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുകയാണ്. ഏതായാലും ഇവിടെ ലോകം കൂടുതൽ സംഘർഷാത്മകമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോരോ രാജ്യങ്ങളും അവരുടെ സുരക്ഷിതത്വം സംബന്ധിച്ച് സാധ്യമായ സഖ്യങ്ങളിലേക്ക് ഇടപെടാൻ നിർബന്ധിതമാക്കപ്പെടുന്നു എന്നതാണ് ഇത് നൽകുന്ന സൂചന.
അത് ഒരു ബാലൻസ് ഓഫ് പവർ റെഷീം എപ്പോഴൊക്കെ ലോകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആന്തരികമായിട്ട് തന്നെ ഉണ്ട്. ശരി, എന്തായാലും വളരെ കരുതലോടുകൂടിയാണ് ഇന്ത്യയുടെ നീക്കം. സുരക്ഷ ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധം എന്നത് വിദേശകാര്യ മന്ത്രാലയം സൂചിപ്പിക്കുകയും ചെയ്തു. കരുതലോടെ ഈ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് രാഷ്ട്രം. വലിയ മാറ്റങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അറ്റ് 9.